തളിപ്പറമ്പ് നഗരസഭയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. കരാർ ഒപ്പിടുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യം കുന്നുകൂടിയിരുന്നു. ഇതൊഴിവാക്കാൻ നിലവിലുള്ള രീതിയിൽ തന്നെ മാർച്ച് വരെ മാലിന്യ നീക്കം തുടരാൻ കമ്പനിക്ക് അനുവാദം നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. തളിപ്പറമ്പ് നഗരസഭയിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യം ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്നത് കാരണം ഉണ്ടാകാവുന്ന വലിയ അപകട സാധ്യത കണക്കിലെടുത്താണ് കൗൺസിലിന്റെ അടിയന്തര ഇടപെടൽ. മാലിന്യ സംസ്കരണത്തിന് കരാറെടുത്ത കമ്പനി ഇതുവരെ കരാർ ഒപ്പിടാത്തതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം. കരാർ നടപടികൾ പൂർത്തിയാക്കാത്തതിനാൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്നും സംസ്കരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് തടഞ്ഞിരുന്നു. ഇത് വലിയ രീതിയിലുള്ള തീപിടുത്തത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് കൗൺസിലർമാർ യോഗത്തിൽ ആശങ്ക അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പഴയ രീതിയിൽ തന്നെ മാർച്ച് മാസം വരെ മാലിന്യ നീക്കം തുടരാൻ കമ്പനി അനുമതി നൽകിയത്. നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിലും കർശന നിലപാടാണ് കൗൺസിൽ സ്വീകരിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് തൂണുകളിൽ പരസ്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് സ്റ്റാൻഡിലെയും കംഫർട്ട് സ്റ്റേഷനിലെയും ദുരവസ്ഥ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടിയത്. യോഗത്തിന് പിന്നാലെ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള സംഘം ബസ് സ്റ്റാൻഡിൽ നേരിട്ട് പരിശോധന നടത്തി. യാത്രക്കാർക്കായി 25ഓളം വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാൻ സന്ദർശനത്തിൽ തീരുമാനമായി. കംഫർട്ട് സ്റ്റേഷനിലെ സേവനം മെച്ചപ്പെടുത്താൻ നിലവിലെ കരാറുകാരൻ തയ്യാറാകുന്നില്ലെങ്കിൽ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അവരെ ഒഴിവാക്കി പുതിയ കരാർ നൽകുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. നമുക്ക് ആ രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ വെറുതെ നഗരസഭന്റെ ഒരുപാട് പൈസ വെറുതെ രൂപത്തിലേക്ക് അവിടെ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. അത് അവിടെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉദ്യോഗസ്ഥരും കൂടി സന്ദർശിക്കാം. അതോടൊപ്പം തന്നെ അതിന്റെ അകത്ത് ഏത് രീതിയിലാണ് സൗന്ദര്യവൽക്കരണം പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അകത്തേക്കൂടെ അത് ചെറിയ സ്ഥലമേ ഉള്ളൂ. നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്പേസാണ്. അവിടെ എത്ര മനോഹരമായി നമ്മൾ ഈ പറയുന്ന ചുറ്റുപാടത്ത് നടക്കുന്ന സൗന്ദര്യവൽക്കരണ പ്രവർത്തനത്തോട് ചേരുന്ന വിധത്തിൽ ഒരു പ്രപ്പോസല് സെക്രട്ടറി ഉൾപ്പെടെ തയ്യാറാക്കി, എന്നിട്ട് ഇതേ കച്ചവടമാണ് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അന്ന് വീണ്ടും കൗൺസിലേക്ക് നമുക്ക് കൊണ്ടുവരാനാണ് ലഭിക്കുന്നത്. ഇ ബാലകൃഷ്ണൻ, പുല്ലായിക്കുടി ചന്ദ്രൻ, PC നസീർ, PV സുരേഷ് കുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.